ഇടതുപക്ഷ മുന്നണി സർക്കാർ നടത്തിയതിന്റെ ദുരനുഭവങ്ങൾ അനുഭവിക്കുന്ന കേരള ജനത പൊതുവായൊരു മോചനം ഇതിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്നത് കേരളത്തെ മനസ്സിലാക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യം. ഈ ജനവിരുദ്ധ സർക്കാർ ഓരോ കാര്യങ്ങളിലും സ്വന്തം പാർട്ടിയുടെ ആശയങ്ങൾ പോലും മറന്നുകൊണ്ട് കേരളത്തെ ഭരണത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റായി മാറി എന്നുള്ളത് നമ്മൾ മാത്രമല്ല പറയുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നിൽക്കുന്ന ആളുകൾ അവരുടെ ഉള്ളം അറിഞ്ഞാൽ നമുക്കറിയാം, അവർ പോലും ഉള്ളിൽ പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഗവൺമെന്റ് അല്ല എന്ന്. കാരണം അവർ ഇന്നലെ വരെ പ്രഖ്യാപിച്ച എല്ലാ ആശയങ്ങൾക്കും എതിരായിട്ട് ഉള്ള ശക്തികളോട് സന്ധി ചെയ്ത് നടത്തുന്ന ഒരു തട്ടിക്കൂട്ട് ഭരണമാക്കിയിട്ടാണ് പിണറായി സർക്കാർ ഈ ഭരണത്തെ കൊണ്ടുപോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ദുർഭരണത്തെ അവസാനിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. നമ്മൾ നടന്ന ബൈ ഇലക്ഷനുകളിലെല്ലാം UDFന്റെ വൻ മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്ത് ജനങ്ങൾ നമ്മളെ സ്വീകരിച്ചു. രണ്ടാമത് തവണ ഇവർക്ക് അധികാരം കൊടുത്തുവെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDFനെ വിജയിപ്പിച്ചതിലൂടെ തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള ചിന്താഗതിയാണ് കേരള ജനത പ്രകടിപ്പിച്ചത്. അത് ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ. ഈ സർക്കാരിന്റെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ സർക്കാരിന്റെ അജണ്ട? എനിക്ക് മനസ്സിലാകാത്ത കാര്യം, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ എന്തെങ്കിലും ഈ സർക്കാർ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പോലും സ്വന്തക്കാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റിയ പിൻവാതിൽ നിയമനങ്ങളെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമല്ലാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾക്ക് മുമ്പിലും PSC ഓഫീസുകൾക്ക് മുമ്പിലും കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിനായ നമ്മുടെ അഭ്യസ്തരായ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇഞ്ചി സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല എന്നല്ല, അവരെ ചതിക്കുകയായിരുന്നു. ചെറുപ്പക്കാരെ ചതിക്കുഴിയിലാക്കിയ സർക്കാരാണ് സർക്കാർ. 10 കൊല്ലമായിട്ട് ഇവിടെ ഭരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ആരും കുട്ടികളിലേക്ക് നിങ്ങൾ മനസ്സിലാക്കിയോ? തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്, എല്ലാ മക്കളും ഒന്നുകിൽ യൂറോപ്പിൽ, അല്ലെങ്കിൽ ദുബായ്, അല്ലെങ്കിൽ അമേരിക്കയിൽ. കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടികളുടെ ഒരു പരിപാടി നടത്തുകയുണ്ടായി. അത് 2-3 കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുമ്പോൾ അവർ സ്വന്തമായിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഏറ്റവും വേണ്ടത് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ആ യോഗ്യതയ്ക്കനുസരിച്ച് ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഈ കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്ന അവസ്ഥയാണ് എന്ന് അവർ പറയുകയാണ്. 10 കൊല്ലക്കാലത്തെ വിദ്യാഭ്യാസ മത്സരമല്ലേ? കഴിഞ്ഞ മോഡിയും പിണറായിയുടെ പേരിൽ നല്ല മത്സരമാണ്. മോഡിയുടെ പിറന്നാളായിരുന്നു സെപ്റ്റംബർ 17-ാം തീയതി. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് സെക്രട്ടറി പത്രക്കുറിപ്പിലാണ് സർക്കുലർ. ആ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വരെ ഗാന്ധിയുടെ പേരിൽ കാണിക്കാനല്ല പറഞ്ഞത്. പക്ഷേ നരേന്ദ്രമോദിയുടെ ചെറുപ്പകാലത്തെ ജീവിതം ചിത്രീകരിക്കുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമ എല്ലാ CBSE സ്കൂളിലും പ്രദർശിപ്പിച്ചു കൊള്ളണം എന്ന ഉത്തരവാണ് മാനവ വിഭവശേഷി വകുപ്പ് കൊടുത്തിരിക്കുന്ന സർക്കുലർ. അത് ഒക്ടോബർ 2 പോലും മനസ്സിലാക്കിക്കോളും. സെപ്റ്റംബർ 7 മുതൽ ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനം വരെ അത് നടത്തണമെന്നാണ്. ഇതിന്റെ മറ്റൊരു ആവർത്തനമാണ് കേരളത്തിലെ സിലബസുകളിൽ കാവ്യവൽക്കരിക്കാനും അതിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന നിലയിൽ തങ്ങളുടെ ആശയങ്ങൾ കുത്തിനിർത്താനുള്ള പിണറായി സർക്കാരിന്റെ ശ്രമവും കൂടി ഉണ്ടാക്കിയത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വാടിക്കയില്ലാത്ത ദൃശ്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഈ പ്രതിസന്ധി കേരള വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയ വൻ പുരോഗതികളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം 10 വർഷം നടത്തിയതിന്റെ പരിണിത ഫലമാണ് ഈ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രെയിൻ ഡ്രെയിൻ. നമ്മുടെ കുട്ടികളെല്ലാം പുറത്തുപോയി പഠിച്ച് പാസ്സായി അവിടെ എല്ലാവരും പോയി ജോലി കിട്ടുന്നില്ല. പകുതി പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് നിരാശരാക്കി തിരിച്ചു വരുന്നു. നമ്മുടെ സർക്കാരിന് ലക്ഷ്യബോധമില്ല, ഒരു ദിശാബോധമില്ല.
അഴിമതിയുടെ കാര്യത്തിൽ നമുക്കറിയാം കേരളത്തിലെ നിയമസഭയിൽ ഉന്നയിച്ച എത്ര കാര്യങ്ങൾ. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാര് അവര് അക്രമകാരികളാണ് കുറെ പേര്. പക്ഷെ കുറച്ചുപേര് ചിന്തിക്കുന്നവരുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അവസരം കിട്ടിയാൽ ചിന്തിക്കുന്നവരുണ്ട്. ഉള്ളിനുള്ളിൽ അക്രമം നടത്താൻ പോയവരുണ്ട്. ഇപ്പൊ സ്വാശ്രയ കോളേജിലെ സമരത്തിനെതിരായിട്ട് നടത്തിയ പോരാട്ടം, കൂത്തുപറമ്പില് 5 പേര് വെടിവെച്ച് മരിക്കാനുണ്ടായ പോരാട്ടം, അതിന്റെ അവസാനം ഇപ്പൊ എവിടെയായിട്ട് നിൽക്കുന്നത്? ആ സഖാക്കളുടെ രക്തസാക്ഷി കുടീരങ്ങളിൽ പോയിരുന്ന് CPM സാർക്ക് എന്ത് പറയാൻ പറ്റും? എനിക്കിപ്പോ മനസ്സിലായി പോകുന്നത്, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവോട് പറയാറുണ്ട്, കഴിഞ്ഞ 10 കൊല്ലക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പാപങ്ങളും ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ CPM സെക്രട്ടറി പയ്യന്നൂരിലെ ജോത്സ്യനെ കാണാൻ പോകാറുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ജോത്സ്യം പറഞ്ഞു കൊടുത്ത പരിഹാര ക്രിയകളിൽ ഓരോന്നൊന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുക. അപ്പൊ കഴിഞ്ഞ 10 കൊല്ലം ചെയ്ത ഓരോ മഹാഭാവങ്ങൾ, ശബരിമലയിലെ മഹാവിശ്വാസികളായിട്ടുള്ള ലക്ഷോപലക്ഷം ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ, അവരുടെയൊക്കെ മനസ്സിനെ കുത്തി നോവിപ്പിച്ച് വെല്ലുവിളിച്ച് ഏറ്റവും മോശമായി ചിത്രീകരിച്ച് നിർബന്ധ ബുദ്ധിയോടെ ആ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ, വെല്ലുവിളിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ജ്യോതികളെ അയച്ചുണ്ട്. ശബരിമല പോയി ആ ദർശനം കഴിഞ്ഞാൽ അതിൽ പോയ ആളുകൾ കഴിക്കുന്ന ആഹാരങ്ങളെ കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. വിശ്വാസത്തെ വെല്ലുവിളിക്കാൻ അവർ നടത്തിയ പരിശ്രമം എന്തായിരുന്നു? അന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളൊന്നും അല്ലല്ലോ പറഞ്ഞത്. അതുപോലെ അവര് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ്, PR എക്സസൈസ് ആണ്. PR എക്സസൈസ് കൊണ്ട് തീരുന്നതാണോ സാക്ഷാൽ പിണറായി നിങ്ങൾ നടത്തിയ, കേരളത്തിൽ നടത്തിയ ഈ പാപകർമ്മങ്ങൾ? നിങ്ങളുടെ PR എക്സസൈസ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 5 മാസം മുമ്പ്, തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 മാസം മുമ്പ് നടത്തുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വിദഗ്ധ ഉപദേശത്തിന്റെ പുറത്ത് നടത്തുന്ന ഈ PR എക്സസൈസ് കൊണ്ട് പാടുന്നതാണോ നിങ്ങൾ ഈ 10 വർഷം ചെയ്ത മഹത്തരമായ പാപകർമ്മങ്ങൾ? മഹത്തരമായതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഭാഷയിൽ. പണ്ട് മാക്ബത്തിന്റെ നാടകം ഷേക്സ്പിയർ മാക്ബത്ത് നാടകത്തില് അതിമനോഹരമായിട്ടുള്ള ഒരു 2 വരികളുണ്ട്. എല്ലാ പാപങ്ങളും ഒന്നിച്ചുകൂടി ചെയ്തിട്ട് ഇടിമർപ്പത്തിന്റെ ഒരു മുന്നിലേക്ക് ഒരു അന്തഹീനമായിട്ടൊരു ഗാനം പോലെ കുറച്ച് അശരീരി പോലെ വരികയാണ്. അതേപോലെ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നാലും നിങ്ങളുടെ കൈകളിലെ ഈ പാപക്കരകൾ കഴുകിക്കളയാൻ കഴിയില്ല. എനിക്ക് സാക്ഷാൽ പിണറായിയോട് ഓർമ്മിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ എത്ര നാടകം നടത്തിയാലും നിങ്ങൾക്ക് നിങ്ങൾ നടത്തിയ മഹാപാപങ്ങളുടെ കഥകൾ കഴുകിക്കളയാൻ കഴിയില്ല എന്നത് നിങ്ങൾക്കിപ്പോ സംശയം വേണ്ട. അവർക്ക് കൃത്യമായിട്ട് സർവേ റിപ്പോർട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലുണ്ട് സർവേ റിപ്പോർട്ട്, അവരുടെ കയ്യിലുണ്ട് സർവേ റിപ്പോർട്ട്. കൃത്യമാണ് സർവേ. ഐക്യജനാധിപത്യം വേണ്ടി വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചധികാരത്തിൽ വരാൻ വേണ്ടി പോകാനുള്ളതാണ് കേരളത്തിലെ പൊതുജന മനസാക്ഷിയുടെ തീരുമാനം. ഇത് മനസ്സിലാക്കിയിട്ട് എങ്ങനെ അവിടെ നിന്ന് വോട്ട് മാറ്റിപ്പിടിക്കാം, എങ്ങനെ ഇവിടെ നിന്ന് വോട്ട് മാറ്റിപ്പിടിക്കാം, ഇത് ഗവേഷണവും ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ വെച്ച് നോക്കിയിട്ട് ചെയ്യുന്ന ഈ വൻ വിഡിത്തങ്ങളും നാടകങ്ങളും കേരള സമൂഹം തിരിച്ചറിയിക്കാതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? കേരളത്തിൽ ഞങ്ങളെ വിഡ്ഢികളാക്കാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ബേസിക്കലായിട്ടൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്, ഇതെല്ലാം ഉണ്ടാക്കിച്ച് നിങ്ങളല്ലേ? എല്ലാ ആളുകളെയും അധിക്ഷേപിച്ച് നിങ്ങളല്ലേ? ഈ അധിക്ഷേപവും ഈ പറയുന്നതെല്ലാം ചുരുങ്ങി കഴിഞ്ഞിട്ട് അവസാനം തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് ക്യാപ്സൂളായിട്ട് ഓരോരോ
PR വർക്കുകൾ നടത്തിക്കൊണ്ടിരുന്നാൽ അതുമൂലം വോട്ട് കിട്ടുമെന്ന് ആളുകൾ ഉദ്ദേശിച്ചതും പ്രിയപ്പെട്ട പിണറായി. പക്ഷേ അവിടെ മനസ്സിലാക്കുന്നത് ജനങ്ങൾ വിഡ്ഢികളല്ലാതെ ഒന്ന് മനസ്സിലാക്കണം. രണ്ടാമത് കമ്മ്യൂണിസ്റ്റുകാരോടാണ് ചോദിക്കുക, എവിടെ പാർട്ടിക്ക് നയം? എന്തിനാണ് പാർട്ടിക്ക് നയം? CPM-ന്റെ നയം എവിടെയാണ്? ഇവിടെയൊക്കെ. അപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ നയം മുഴുവൻ പിണറായി വിജയന്റെ പോക്കറ്റിൽ എഴുതി കൊടുത്തിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ സൗകര്യത്തിന് വേണ്ടി ഭരണം നടത്താൻ, ഭരണം തുടരാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാനുള്ള കാര്യം ഇത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ പാർലമെന്റ് ഇലക്ഷനിൽ കാസർഗോഡും കണ്ണൂരും ഒക്കെ അതിൽ ലക്ഷക്കണക്കായ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുധാകരൻ ഉണ്ണിത്താനൊക്കെ ജയിച്ചത്. നമ്മുടെ മാത്രം വോട്ടുകൊണ്ടാണോ? അല്ല. നമുക്ക് ഏഴിന്റെ പോലും ഇരിക്കാത്തടത്ത് പോലും ഞാൻ നോക്കിയപ്പോ നല്ല വോട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? അത് ആ പ്രതിഷേധ വോട്ടാണ്. കാരണം അവർക്കറിയാം ഇത് ഇങ്ങനെ പോയാൽ ഈ മൂന്നാം ഭരണം എന്നൊക്കെ പറയുമ്പോൾ നടക്കുമ്പോൾ തന്നെ മാർക്സിസ്റ്റുകാരുടെ യഥാർത്ഥ മാർക്സിസ്റ്റുകാരുടെ ഉള്ളിൽ ഇടിവെട്ടുകയാണ്. കാരണം ഈ പാർട്ടി അതുപോലെ ബംഗാളിലും അതുപോലെ മറ്റ് സംസ്ഥാനം മറ്റ് രാജ്യങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് തകർന്ന പോലെ തകർന്നു പോകുന്ന ആദ്യമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകുക, ജനപക്ഷത്തിൽ മുന്നോട്ട് പോരാടുക. ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം തുടരുക. UDF ഒറ്റക്കെട്ടാണെങ്കിൽ ഇപ്പം നമ്മുടെ ശ്രമം എന്താ വെച്ചാല് നമ്മുടെ നേരെ ആരോപണം ഉന്നയിക്കാനുള്ള പരിശ്രമമാണ്, അല്ലെ നമ്മുടെ നേരെ അസഭ്യം ഉന്നയിക്കാനുള്ള പരിശ്രമം നടത്തുന്നില്ല. ഇത് ഞാൻ അത് മറ്റൊരു പഠനം. ഈ വരുന്ന മുഴുവൻ ജനവിരുദ്ധ വികാരങ്ങളെയും അതിജീവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പകരം മറുതന്ത്രമായിട്ട് ആവിഷ്കരിക്കുന്ന ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങളും അവർ ആലോചിച്ചു വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക, ബോധ്യപ്പെടുക. ഇതെല്ലാം ഒറ്റ കാരണം കൊണ്ടാണ്, തോൽക്കുമെന്ന് ഉറപ്പുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം അവർ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ അജണ്ട വളരെ ക്ലിയറാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ജയിക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചിരുന്ന് ജയിക്കണം. ഇത് രണ്ടിലും ജനം തയ്യാറാണ്. നമ്മളിത് എല്ലാം പറഞ്ഞു. ഇനി വേറെ സമയമൊന്നും നമുക്ക് അങ്ങോട്ടൊന്നും കൊടുക്കില്ല. എല്ലാവരും എല്ലാം പറഞ്ഞ് കളത്തിലേക്ക് ഇറങ്ങുക, കളത്തിലിറങ്ങി വിജയിപ്പിക്കാൻ മുന്നോട്ട് വരിക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിന് UDF സജ്ജമാക്കുക. കണ്ണൂരിലെ UDF ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല രീതിയിൽ കെട്ടുറപ്പോടെ പോകുന്ന UDF ആണ്. ഇവിടെ പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പൽ ഇലക്ഷനും കോർപ്പറേഷൻ ഇലക്ഷനും മുൻപിലേക്കാൾ നല്ല വിജയം ഈ ജില്ലയിൽ നേടിയെടുക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിലൂടെ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തും അതുപോലെ നല്ല വിജയത്തോടെ മുന്നോട്ട് പോയി കേരളം രക്ഷിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നമ്മൾ പങ്കാളികളാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്ന ഈ പോരാട്ട നാടകങ്ങൾക്കൊന്നും നമ്മൾ നിന്നുകൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരിഞ്ച് പിന്നോട്ട് പോകാതെ ധൈര്യമായി മുന്നോട്ട് പോകാനും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സഭയുടെ ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. ജയ്.